ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അടിപൊളി ഐറ്റമാണ്. ഇതുവരെ ആരും ചെയ്തിട്ടില്ല. ഇത് വെച്ച് നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കാം, അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാം. എന്തെങ്കിലും വറപൊരി ചോറിൻ്റെ കൂടെ ആവശ്യമുണ്ടെന്ന് തോന്നും. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. വെരി ടേസ്റ്റി. നമ്മൾ മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് എല്ലില്ലാത്ത ഒരു 5-6 കഷ്ണം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക ഒരു 5 മിനിറ്റ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒരു വിസിൽ കേൾപ്പിക്കുക. അപ്പോഴേക്കും അത് ഒരുവിധം കുക്കായിട്ടുണ്ടാവും. അപ്പോഴേക്കും നമുക്കൊരു മസാല റെഡിയാക്കാം. 2 ഡ്രൈ ചില്ലി എടുക്കുക, ഉണക്കമുളക് 2 എണ്ണം, പിന്നെ ഒരു 3 സ്ട്രിപ്പ് കറി ലീവ്സ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു 8 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 10-20 ചുവന്നുള്ളി എടുക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ട് നമുക്കതൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ കുക്കറിനകത്ത് അപ്പോഴേക്കും വിസിൽ കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ ചിക്കൻ എടുത്ത് ഒരു റെഡിയാക്കി വെക്കണം. അതൊന്ന് കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കൈ കൊണ്ട് ഒന്ന് പിഞ്ചെടുക്കുകയോ ചെയ്യാം. ഒന്ന് കീറി എടുക്കുക. ചെറിയ പീസുകളാക്കി നീളത്തിൽ പിഞ്ചിയെടുക്കുക. അപ്പോൾ അങ്ങനെ എല്ലാനും പിഞ്ചിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ആ ക്രഷ് ചെയ്തെടുത്ത മസാലയൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ മസാലയൊക്കെ ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അതിലേക്ക് ആവശ്യമായ പൊടികളാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണും അതുപോലെ മസാലപ്പൊടി ഒരു 1/2 ടീസ്പൂണും പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂണും കൂടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് ആവശ്യമുള്ളവർക്കാണെങ്കിൽ എരിവുള്ളത് ഇടാം. പിന്നെ ഒരു ആവശ്യത്തിനുള്ള മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സായി കഴിയുമ്പോൾ നമുക്ക് വെള്ളം കുക്കറിനകത്ത് ചിക്കൻ വേവിച്ചപ്പോൾ കിട്ടിയ വെള്ളം ഉണ്ടല്ലോ, അത് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കുക. എന്നിട്ട് ഈ ചിക്കൻ നമ്മൾ പിഞ്ച് ചെയ്ത് കീറി വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ആയാലും മതി. അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് മസാലയൊക്കെ ഒന്ന് മിക്സാക്കി വയ്ക്കുക. അത് കഴിഞ്ഞ് അതൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ സംഭവം റെഡി. അപ്പോൾ നമ്മുടെ ചിക്കൻ ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതിന് സൈഡ് എന്നും പറയാം.